തുടരുന്ന അയിത്തം മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. അയിത്തം നിരോധിച്ച് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കാസർഗോഡ് ജില്ലയിലെ സവർണർ നേതൃത്വം നൽകുന്ന ക്ഷേത്രത്തിൽ ദളിതർക്ക് തുല്യനീതിയും പ്രവേശനവും നിഷേധിക്കുന്നു. പെർള ബദിയാറു ജഡാധാരി ദൈവസ്ഥാനത്താണ് ദളിതർക്ക് അവഗണനയും നീതി നിഷേധവും. ദളിതർ നൽകിയ പരാതിയിൽ അയിത്തം ഒഴിവാക്കാമെന്ന് ക്ഷേത്ര ഭരണക്കാർ പോലീസിന് നൽകിയ ഉറപ്പ് പാലിക്കപ്പെടുന്നില്ലെന്ന് ദളിത് വിഭാഗം പരാതിപ്പെടുന്നു. നവോത്ഥാന സന്ദേശങ്ങൾ ഇപ്പോഴും അവഗണിക്കപ്പെടുകയാണ് കാസർകോട്ടെ അതിർത്തി ഗ്രാമങ്ങളിൽ. അയിത്തവും അനാചാരവും നാടുനീങ്ങിയെന്ന് കരുതുമ്പോഴും കാസർഗോഡ് ജില്ലയിലെ പെർള ബദിയാറു ജഡാധാരി ദൈവസ്ഥാനത്ത് ഇപ്പോഴും ദളിതർക്ക് പ്രവേശനമില്ല. 24 ബ്രാഹ്മണ കുടുംബങ്ങൾക്കാണ് ദൈവസ്ഥാനത്തിന്റെ അവകാശം. ഓരോ വർഷവും 3 തെയ്യങ്ങൾ വീതം ഇവിടെ കെട്ടിയാടാറുണ്ട്. സവർണർക്കൊപ്പം അവർണ ഹിന്ദുക്കൾക്കും ഉത്സവത്തിൽ പങ്കെടുക്കാം. എന്നാൽ ദളിതർക്ക് പ്രവേശനമില്ല. ഉച്ചയ്ക്ക് ശേഷം ദളിതർ ഒഴികെയുള്ളവർക്ക് പന്തിയിൽ അന്നപ്രസാദം കഴിക്കാം. ദൈവ കോല നടക്കുന്ന സമയത്ത് അന്നപ്രസാദം തുടങ്ങും. അപ്പൊ അത് രാത്രി 10 മണിക്ക് ശേഷമാണ് നമുക്ക് തരുന്നത്. അവര് ബാക്കിയുള്ളവരെല്ലാം ലൈനിൽ വെച്ചിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകും. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാരും ഒന്നിച്ച് ഇരുന്നിട്ട് ചോറ് വയ്ക്കാൻ പാടില്ല. ദൈവസ്ഥാനത്തേക്കുള്ള പ്രധാന കവാടത്തിലൂടെ ദളിതർക്ക് പ്രവേശനമില്ല. ക്ഷേത്രമുറ്റത്തേക്ക് ദളിതർക്കായി പ്രത്യേക പാത തന്നെയുണ്ട്. ദക്ഷിണയ്ക്കുള്ള പാത്രത്തിൽ നേരിട്ട് പണം നൽകുവാൻ ദളിതർക്ക് അവകാശമില്ല. തയ്യോ കെട്ടുന്നവന് നമ്മളെ പോലെ ദളിതനാണ്. അവരെ കയ്യിൽ നിന്ന് പ്രസാദം വാങ്ങാൻ പാടില്ല. നമുക്ക് ദക്ഷിണ കൊടുക്കാൻ പാടില്ല. ബാക്കിയുള്ളവർ ആൾക്കാരെ കയ്യിൽ കൊടുത്തിട്ടാണ് അവരിട്ട ശേഷം നമുക്ക് അവര് പ്രസാദം തരും. ദളിതർ നൽകിയ പരാതിയിൽ കാസർഗോഡ് സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡ് ഡിവൈഎസ്പി ദൈവസ്ഥാനം ഭാരവാഹികളെ വിളിച്ചു വരുത്തി പ്രശ്നം ചർച്ച ചെയ്തെങ്കിലും ദീപാവലി സമയത്തുള്ള തെയ്യംകെട്ട് ഉത്സവം തന്നെ നിർത്തിവച്ചിരിക്കുകയാണ്. ഈ നടപടി നിലവിലുള്ള നിയമങ്ങൾക്കും സാമൂഹ്യനീതിക്കും നിരക്കുന്നതല്ലെന്ന് സാമൂഹ്യ പ്രവർത്തകനായ ഡോക്ടർ ശ്രീപതി കെജമ്പാടി പറഞ്ഞു. ഈ കാലത്ത് അവർ they should change themselves, otherwise it's a definitely a violation of law. ഇതല്ല ഇക്കാലത്ത് ഞങ്ങൾ എല്ലാവരും ആ ഒരു ദൈവത്തിന്റെ ഭക്തർ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു റെസ്പോൺസിബിലിറ്റി മുക്തേശ്വരന്മാർക്ക് കയ്യിലുണ്ട്. ദളിതർ നൽകിയ പരാതിയിൽ പോലീസ് ഇടപെടൽ ഉണ്ടായെങ്കിലും ഇനിയും പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല. ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. ഈ ക്ഷേത്രത്തിൽ പോയി വാർത്ത തയ്യാറാക്കിയ സണ്ണി ജോസഫ് ഞങ്ങളോടൊപ്പം ചേരുന്നുണ്ട്. സണ്ണി, ഒരുപക്ഷെ ഇനിയും വെളിച്ചം കടന്നു വരാത്ത ഒരു സമൂഹത്തിന് മുന്നിൽ നിന്നാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പെർളയിലെ ഈ ദൈവസ്ഥാനത്ത് പോയപ്പോൾ സണ്ണി കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ് അവിടെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ നേരിടേണ്ടി വരുന്ന വിവേചനങ്ങൾ, അവർക്ക് നേരിടേണ്ടി വരുന്ന അപമാനം, അവരുടെ മണ്ണ് സ്വന്തമാക്കിക്കൊണ്ട് ഒരു സംഘം ആളുകൾ നടത്തുന്ന എന്തൊക്കെ നടപടികളാണ് സണ്ണി അവിടെ കണ്ടത്? മനു, കാസർഗോഡ് ജില്ലയുടെ പ്രത്യേകിച്ച് കാസർഗോഡിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ, മലയോര മേഖലകൾ, കർണാടക അതിർത്തിയാണ്. മലയാളം തന്നെ അപൂർവമായി സംസാരിക്കുന്ന ഗ്രാമങ്ങളാണ്. തുളുവും കന്നഡയുമാണ്, അതുപോലെ മറാഠി തുടങ്ങിയ ഭാഷകളാണ് ഇവിടുത്തെ ജനങ്ങൾ പൊതുവെ സംസാരിക്കുന്നത്. ഇന്നും വികസനത്തിന്റെ വെളിച്ചം കടന്നുചെല്ലാത്ത, പുരോഗമന ചിന്തകളുടെ വെളിച്ചം കടന്നുചെല്ലാത്ത പ്രദേശങ്ങളാണ് കാസർഗോഡ് ജില്ലയുടെ, പ്രത്യേകിച്ച് കാസർഗോഡിന്റെ കിഴക്കൻ മലയോര ഗ്രാമങ്ങൾ. ഇന്നും ഏതാണ്ട് പഴയ ജന്മിവാഴ്ചയുടെ ചെറിയ തോതിലുള്ള രൂപം എന്നും ഇവിടെ തന്നെ നിലനിൽക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2 മാസം മുമ്പാണ് വെള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ പൊസോളികയിൽ അന്ധവിശ്വാസത്തിന്റെ പേരിൽ ദളിതർക്ക് റോഡിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശം നിഷേധിച്ചത്. ഇതിനെതിരെ പട്ടികജാതി ക്ഷേമ സമിതിയും CPIMന്റെയും നേതൃത്വം നടത്തിയ ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങളുടെ ഒടുവിലാണ് അവർക്ക് ആ റോഡ് ഇപ്പോൾ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചത്. ഇതിനെല്ലാം കുടപിടിക്കുന്ന സമീപനമാണ് ഈ പ്രദേശത്ത് വലിയ സ്വാധീനമുള്ള സംഘപരിവാറും അവരുടെ സംഘടനകളും പുലർത്തിപ്പോരുന്നത്. ഇപ്പോൾ വിവാദപരമായിട്ടുള്ള വിഷയമുള്ള ബദിയാറു ക്ഷേത്ര പരിസരവും സംഘപരിവാർ ശക്തി കേന്ദ്രമാണ്. എന്നാൽ പ്രത്യക്ഷത്തിൽ ഈ സംഭവത്തെ ന്യായീകരിക്കാൻ അവർ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. 24 ബ്രാഹ്മണ കുടുംബങ്ങൾ നേതൃത്വമുള്ള പരമ്പരാഗതമായി അവർ കൈവശം വെച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ബദിയാറു ജഡധാരി ദൈവസ്ഥാനം. ഇവിടെ നിത്യപൂജയില്ല. ആണ്ടിൽ 3 തവണ ഇവിടെ തെയ്യം കെട്ട് നടത്താറുണ്ട്. നടത്തുന്നത് തന്നെ SC പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഇവിടെ തെയ്യം കെട്ടാനുള്ള അവകാശം. എന്നാൽ ഇവിടുത്തെ ചുറ്റുപാടുമുള്ള നിരവധി നൂറിലേറെ ദളിത് കുടുംബങ്ങൾ ഈ അമ്പലത്തിന് ചുറ്റുപാടായിട്ട് താമസിക്കുന്നുണ്ട്. തൊട്ടടുത്തുള്ള ഈ അമ്പലത്തിൽ വന്ന് ദൈവത്തിന്റെ പ്രധാന കവാടത്തിലൂടെ അമ്പലത്തിൽ പ്രവേശിക്കുന്നതിനോ തൊഴുന്നതിനോ അവർക്ക് അവകാശമില്ല. അവർക്ക് മുറ്റത്തെത്തുവാൻ മറ്റൊരു വഴിയാണ് ഇതിന്റെ ഭരണാധികാരികൾ അനുവദിച്ചിട്ടുള്ളത്. മാത്രമല്ല, തെയ്യം കെട്ടുന്ന സമയത്ത് തെയ്യം കെട്ടുന്ന പട്ടികവിഭാഗക്കാരനായ തെയ്യക്കാരന്റെ അടുത്തു നിന്നും അവർക്ക് അദ്ദേഹത്തിന് ദക്ഷിണ കൊടുക്കുവാനോ അദ്ദേഹം നൽകുന്ന പ്രസാദം സ്വീകരിക്കാനോ ഇവർക്ക് അവകാശമില്ല. അതിന് മറ്റ് ആളുകളെ ഉപയോഗിക്കേണ്ടി വരുന്നു. മാത്രമല്ല, അവിടെ മറ്റെല്ലാവർക്കും പന്തിയിലിരുന്ന് ഭക്ഷണം കഴിക്കാം തെയ്യത്തോടനുബന്ധിച്ച്.
എന്നാൽ ദളിതർക്ക് രാത്രി 9 മണിക്ക്, രാവിലെ 11 മണിക്ക് തെയ്യം ആരംഭിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. പക്ഷെ രാത്രി 9 മണിക്ക് ശേഷം മാത്രമേ ഇവർക്ക് ഭക്ഷണം ലഭിക്കുകയുള്ളൂ. അതും അവർക്ക് നേരിട്ട് ഭക്ഷണം പന്തിയിലിരുന്ന് കഴിക്കാൻ അവകാശമില്ല. അത് ഇവർ കൊണ്ടുവരുന്ന പാത്രത്തിൽ മറ്റ് അവർണരായ ആളുകൾ ഇവർക്ക് കൈമാറും. അത് വീട്ടിൽ കൊണ്ടുപോയി മാത്രമേ കഴിക്കാൻ സാധിക്കുള്ളൂ. ഇന്നും ഇരുണ്ട് കിടക്കുന്ന ഒരു പ്രദേശമെന്ന് നമുക്ക് ഈ ബദിയാറു പ്രദേശത്തെ പറയാൻ വേണ്ടി സാധിക്കും. ഇതിനെതിരെ 24 ബ്രാഹ്മണ കുടുംബങ്ങളിൽ തന്നെ ബഹുഭൂരിപക്ഷവും ഈ സമ്പ്രദായത്തിന് ഇപ്പോൾ എതിരാണ്. നമ്മളോടൊപ്പം നേരിട്ട് സംസാരിച്ച ഡോക്ടർ ശ്രീപതി ഉൾപ്പെടെയുള്ള ബ്രാഹ്മണ സമൂഹത്തിൽ നിന്നുള്ള ആളുകളാണ്. അവരൊക്കെ ഇതിനെ എതിർക്കുന്നവരാണ്. പക്ഷേ അതിനെല്ലാം മേലെയാണ് ഇതിന് ഭരണനേതൃത്വം കൊടുക്കുന്ന കുടുംബങ്ങൾ. അവർ ഈ സംഭവത്തെ തുടർന്ന് അവിടുത്തെ ദളിതർ കാസർഗോഡ് SMS DYSPക്ക് പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്ര ഭരണാധികാരികളെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്തപ്പോൾ നിയമം കയ്യിലെടുക്കാനുള്ള പ്രയാസമുള്ളതുകൊണ്ടാവാം അവരവിടെ അംഗീകരിച്ചു പോയി. പക്ഷേ ഈ കഴിഞ്ഞ ദീപാവലി സമയത്ത് കെട്ടിയാടേണ്ടിരുന്ന തെയ്യം ഇതുവരെ നടത്താൻ തയ്യാറായിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നടത്താൻ സാധിക്കില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ക്ഷേത്ര ഭരണ അധികാരികൾ സ്വീകരിച്ചിരിക്കുന്നത്. മനു. ശരി സണ്ണി, തുടരുക. നമുക്ക് ഈ വിഷയം വിശദമായി തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പലവട്ടം നമ്മൾ ഇതുപോലുള്ള വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തിപ്പോയതാണ്. പക്ഷേ ഇതുപോലുള്ള സംഭവങ്ങൾ പിന്നെയും പിന്നെയും ആവർത്തിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ പല ഭാഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ചും കാസർഗോഡ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് കാണേണ്ടി വരുന്ന ഒരു ദൗർഭാഗ്യകരമായ സാഹചര്യം തന്നെ മുന്നിലുണ്ട്. ശ്രീമതി ധന്യാരാമൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ധന്യ, ഒരുപക്ഷെ നവോത്ഥാന മൂല്യങ്ങളെക്കുറിച്ച് ഏറ്റവും അധികം സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. നോക്കൂ, ഇപ്പോഴും ഒരു ജനതയ്ക്ക് അവർക്ക് വഴി നടക്കാനോ അല്ലെങ്കിൽ ആ അമ്പലത്തിലേക്ക് നേരെ പ്രവേശിക്കാനോ, അതിൽ പ്രവേശിക്കാൻ കഴിയില്ലെങ്കിൽ പോലും അതിന്റെ മുന്നിലേക്ക് എത്താൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. നേരത്തെ നമ്മൾ കണ്ടതാണ് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ച പൊസളിക എന്ന ഗ്രാമം, ദളിതർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതെ പോയ ഒരു മണ്ണ്. അതിന്റെയൊക്കെ തുടർച്ച പല ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നു. നമ്മൾ ഇതുപോലെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഈ ചർച്ചകൾ നടത്തും, ഒരുപാട് അതിനെക്കുറിച്ച് പറയും. പക്ഷേ അതിനപ്പുറത്തേക്ക് അത് സമൂഹത്തിലേക്ക് അതിന്റെ ഒരു ഫലം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതാണ് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും ധന്യ. തീർച്ചയായിട്ടും എന്താണത് കണ്ടിട്ട് ഒരു നിമിഷം ഞാൻ സ്ട്രക്കായി പോയി. എന്നുവെച്ചാൽ അത് ഉള്ളത് തന്നെയാണ്. എൻ്റെ നാട്ടിൽ ഞാൻ ജനിച്ചു വളർന്ന ഇടമാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും നിരന്തരം നമ്മുടെ സാമൂഹ്യ പദവി ബോധത്തെ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സവർണ വിഭാഗം. അത് ഞങ്ങളോട് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഈ പിന്നെ എന്താണ് ആരാധനാലയങ്ങൾ വഴിയാണ്. അത് അന്നും ഇന്നും ആ രീതിക്ക് യാതൊരു മാറ്റമില്ല. കുറച്ചിടങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്, എന്നാലും ഇനിയും മാറ്റം വരേണ്ടതായിട്ടുള്ള ഒരുപാട് ഇടങ്ങളുണ്ട്. കാസർഗോഡിനെ സംബന്ധിച്ച് കാസർഗോഡ് മുൻപ് കർണാടക സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്നു. അതിനുശേഷം അത് പിന്നെ കേരളത്തിന്റെ ഭാഗമായതിനു ശേഷം ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെയൊക്കെ പൂർവികര് ഒരു 100-150 വർഷം മുൻപേ അവിടെ ഉള്ള മംഗലാപുരത്തുനിന്ന് ഉടുപ്പി കുന്താപുരന്ന് കാസർഗോഡേക്ക് വന്ന് താമസിക്കുന്നവരാണ്. അപ്പോൾ ഞങ്ങളുടെ പൂർവികർ അവിടേക്കെല്ലാം ഭൂമി ഉണ്ടായിരുന്ന ഇടങ്ങളാണ്. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു അമ്പലത്തിന്റെ ചുറ്റുവട്ടം നോക്കണം. 24 ബ്രാഹ്മണ കുടുംബങ്ങൾക്ക് 100 പട്ടികജാതി കുടുംബങ്ങളുടെ നടുവിൽ എങ്ങനെയാണ് ഭൂമി വന്നതെന്ന് നോക്കണം. അപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിക്കും, ഇവരെന്തിനാണ് ബ്രാഹ്മണന്റെ അമ്പലത്തിൽ പോകണം, ഇവരെന്തിനാണ് ബ്രാഹ്മണന്റെ അമ്പലത്തിൽ പോകണമെന്നായിരിക്കും ഏറ്റവും ആദ്യം ചോദിക്കുന്നത്. അതിന്റെ കാരണമുണ്ട്. ഞങ്ങളുടെയൊക്കെ ഭൂമി തട്ടിയെടുത്ത് ഞങ്ങളുടെ ആത്മാവും ജീവനുമായിട്ടുള്ള ഞങ്ങളുടെ ദൈവത്തെ അവിടുന്ന് ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾക്ക് ആ മണ്ണ് ഇങ്ങോട്ട് മാറി നിൽക്കേണ്ടി വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവരവിടെ ശേഷം അമ്പലം വെച്ചു കഴിഞ്ഞാലും അതിന്റെ മുറ്റത്ത് പോയി ഞങ്ങളുടെ ആളുകൾ തൊഴുന്നതിന്റെ കാരണം അതാണ്. ഞങ്ങൾക്ക് ആ ഒരു പ്രതിഷ്ഠയെ അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഭക്തിയെ വിശ്വാസത്തെ അവിടുന്ന് അവരുടെ പേടിപ്പിക്കൽ മൂലം വിട്ടു വരേണ്ടി വന്നവരാണ്. എങ്ങനെയാണ് അല്ലെങ്കിൽ 100 പട്ടികജാതി കുടുംബത്തിന്റെ നടുക്ക് എങ്ങനെയാണ് ഈ 24 ബ്രാഹ്മണ കുടുംബം വരുന്നതെന്ന് തന്നെ അത് തന്നെ എടുത്ത് നോക്കിയാൽ മതി. ഇപ്പോൾ പണ്ട് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ഇപ്പൊ അയ്യങ്കാളി ഈ കേരളത്തിന്റെ പിന്നെ തെക്കേ അറ്റത്ത് തൊട്ട് തൃശ്ശൂർ വരെ അദ്ദേഹത്തിന് എത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇത്രയും രൂക്ഷമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാസർഗോഡിനെ സംബന്ധിച്ച് സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് ആർക്കും അവിടെ എത്താൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാലും എൻ്റെ അച്ഛന് ഇപ്പൊ ഏകദേശം ഒരു 60-62 വയസ്സുണ്ടാവും. അപ്പൊ അച്ഛൻ വരുന്നതിന് മുമ്പേ ഒരു 3-4 പേരുണ്ടായിരുന്നു അവിടെ എന്താണ് വാമന നെല്ലിക്കട്ട, നിട്ട മധൂർ, കൃഷ്ണപ്പ, ഭാസ്കർ എന്നൊക്കെ പറഞ്ഞ കുറച്ച് സാമൂഹ്യ പരിഷ്കർത്താക്കള് ആ കാസർഗോഡ് ജില്ലയിൽ മാത്രം ഉണ്ടായിരുന്നവരാണ്. അപ്പൊ അവരുടെയൊക്കെ കാലഘട്ടത്തിൽ തന്നെ ശരിക്കും ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടുത്തെ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ആചാരങ്ങളാണ്. ഈ ചക്ല വിഭാഗക്കാർ പിന്നെ അമ്പലത്തിലേ പോകത്തില്ല.
പിന്നെ ഞങ്ങളുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ നൽക്കതായ സമുദായം തൊട്ട് കുറച്ച് മാവില സമുദായം, ഞങ്ങൾ അവിടെ കെട്ടിയാടുന്ന തെയ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറഗജൻ, പഞ്ചുരുളി ഇതുപോലത്തെ തെയ്യങ്ങളാണ്. അപ്പൊ സവർണ വിഭാഗത്തിന് ഞങ്ങളുടെ ദൈവങ്ങളെ വേണം, ഞങ്ങളാണ് തെയ്യം ആടുന്നത്. അപ്പൊ ഇപ്പൊ ഇതേപോലെ കുറ്റിക്കോല ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. ആ ഭഗവതി ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ഞങ്ങൾക്ക് ആ അമ്പലത്തിന് കോമ്പൗണ്ടിന് വെളിയിൽ ഞങ്ങളുടെ ആളുകൾ പോയി തെയ്യം കെട്ടിയാടണം. അവർക്ക് വേണ്ടിയിട്ട് കൊറഗജനെയും പഞ്ചുരുളിയും കെട്ടിയാടണം. ഭയങ്കര ശക്തിയുള്ള ദൈവങ്ങളാണ്, അതുകൊണ്ട് അതവിടെ കെട്ടിയാടണം. പക്ഷെ ആ അമ്പലത്തിനകത്തേക്ക് ഞങ്ങൾക്ക് പ്രവേശനമില്ല. ഇപ്പൊ കോടോമ്പേളൂർ പോയി കഴിഞ്ഞാൽ അവിടെ നാരോത്ത് എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ഇതേപോലെ മണിയാണി വിഭാഗത്തിന്റെ ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ ഈ എണ്ണ കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഈ ഭക്തർക്ക് ചന്ദനം കൊടുക്കുന്ന പോലെ ഒരു ഇതാണ്. അപ്പോൾ മറ്റുള്ള എല്ലാ വിഭാഗക്കാർക്കും അവർ അലൂമിനിയം പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ എണ്ണ കൊടുക്കും. ദളിതർക്ക് ഇപ്പോഴും, ആദിവാസികൾക്ക് ഇപ്പോഴും അവിടെ ചിരട്ടയിലാണ് ഈ ദൈവത്തിന് എണ്ണ കൊടുക്കുന്നത്. അപ്പൊ ഇപ്പോഴും പച്ചയ്ക്ക് ജാതീയത അത് ഞങ്ങളുടെ ഇടങ്ങളൊക്കെ പിടിച്ചെടുത്തുകൊണ്ടാണ് ഇവര് അമ്പലങ്ങൾ ഉണ്ടാക്കിയതെന്ന് ഓർക്കണം. ഈ വളരെ കുറച്ചു നാൾ മുമ്പാണ് നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയില് പാലോട് മടത്തറ എന്ന് പറയുന്ന ഒരു ഇടം, മടത്തറയിൽ പോട്ടോമാവ് ട്രൈബൽ സെറ്റിൽമെന്റ് ഉണ്ട്. അതായത് റിസർവ് ഫോറസ്റ്റിനകത്ത് 52 ഏക്കറിൽ 112 കുടുംബങ്ങൾ താമസിക്കുന്നത്. അപ്പൊ അതിന് മുകളിൽ അരിപ്പ വനം വകുപ്പിന്റെ ട്രെയിനിങ് സെന്റർ ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ കഴിഞ്ഞ ആഴ്ച ഒരു 5 വർഷം കൊണ്ട് അവിടെ പോകുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ആദിവാസികൾ ആ വനത്തിനകത്ത് 2 ക്ഷേത്രങ്ങൾ അവര് നന്നായി പാലിച്ചു വരുന്നുണ്ട്. അവര് വിളക്ക് വെച്ച്, അവര് ദൈവത്തെ കെട്ടിയാടിച്ച്, അവര് പൂജ ചെയ്ത് ഉള്ള ആ 2 ക്ഷേത്രങ്ങളും ഇപ്പൊ പുറത്തുള്ള അന്യജാതിക്കാർ വന്ന്, സവർണർ വന്ന് അവിടെ ട്രസ്റ്റ് ഉണ്ടാക്കി ആ അമ്പലം അവരെടുത്തു. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഓരോ ഇടങ്ങളും ഇവർ കൈയേറിക്കൊണ്ടിരിക്കും. പിന്നെ കാസർഗോഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പണ്ട് ഒരുപാട് ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടാവും അവർക്ക്. അപ്പം അവർ ആ ഒരു 400 ഏക്കർ 500 ഏക്കർ അങ്ങനെയൊക്കെ ഭൂമി കയ്യേറിയിട്ട് ഞങ്ങളുടെ ആളുകളെ അതിന്റെ സൈഡിൽ എവിടെയെങ്കിലും, ആ ഭൂമിയുടെ സൈഡിൽ എവിടെയെങ്കിലും 1 സെന്റോ 2 സെന്റോ കൊടുത്ത് ചെറിയൊരു കുടിൽ കെട്ടി അവിടെ താമസിക്കാൻ വിടും. അപ്പോൾ താമസിക്കാൻ വിടുന്ന സമയത്ത് നമ്മുടെ ഒരു യൗവനം അല്ലെങ്കിൽ ആരോഗ്യമുള്ള കാലഘട്ടം മൊത്തം അവിടെ നമ്മൾ പണിയെടുത്ത് തീർക്കും. അത് കഴിഞ്ഞ് നമ്മളെ കൊണ്ട്, നമ്മുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യം ഇല്ല എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളെ അടക്കം അവിടുന്ന് കുടി ഇറക്കപ്പെടും. അപ്പൊ എവിടെയും ഭൂമി ഇല്ലാതാവും, അവിടെയും ഭൂമി ഇല്ലാതാവും. നമ്മൾ ആയുസ് മൊത്തം പിന്നെ അധ്വാനിച്ചത് അതും വെറുതെ ആവും. ഇങ്ങനെയാണ് കാസർഗോട്ടെ ആളുകൾക്ക് ഭൂമി ഇല്ലാതായത്. അപ്പൊ അവിടുത്തെ ഈ സവർണ പ്രമാണിമാരുടെ ആ സവർണത്വം എന്ന് പറയുന്നത് അവർ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഈ ആരാധനാലയങ്ങളിലൂടെയാണ്. ഇതൊക്കെ എല്ലാവരും ചോദിക്കും എന്തിനാണ് നവോത്ഥാനം എന്ന് ചോദിക്കും. കാസർഗോഡുകാരിയായ എന്നെ സംബന്ധിച്ച് ഞാൻ പറയും, ഇത്തരം ഈ മതിലുകളൊക്കെ നേരെ ചെന്ന് എത്തേണ്ടത് ഇത്തരം ഇടങ്ങളിലേക്കാണ്. അയ്യങ്കാളി തുടങ്ങി വെച്ച ഈ നവോത്ഥാനം ഞങ്ങളുടെ ദളിതരിലെ ശക്തരായിട്ടുള്ള സ്ത്രീകൾ മുലമുറിച്ചും അല്ലെങ്കിൽ ജാതി അടയാളങ്ങളായിട്ടുള്ള കല്ലയും മാലയും പൊട്ടിച്ചെറിഞ്ഞ് ഞങ്ങളുടെ സമൂഹത്തിലേക്ക് ആ സമയത്തൊക്കെ ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള സ്ത്രീകളുടെ മുഖത്തേക്ക് നീട്ടിമുറുക്കി തുപ്പിയിട്ടുണ്ട്. ആ തുപ്പല് തുടച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പ്രതിരോധിച്ച് വന്നവരാണ് ഞങ്ങൾ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലും എന്തുകൊണ്ട് നവോത്ഥാനം വേണമെന്ന് പറഞ്ഞാൽ അതിനുള്ള ഉത്തരം തന്നെയാണ് ഞങ്ങളെ പോലുള്ളവരെ, ഞങ്ങളുടെ സമൂഹം ഇപ്പോഴും ഫേസ് ചെയ്യുന്ന ഈ സാമൂഹ്യ ബോധത്തെ, സാമൂഹ്യ പദവിയെ ചോദ്യം ചെയ്യലെന്നുള്ളത്. നവോത്ഥാന മുന്നേറ്റത്തെ വർഗീയത എന്ന് വിളിച്ച് ആക്ഷേപിച്ച ഒരു നേതാവിനെ ഇന്നലെ നമ്മൾ നിയമസഭയിൽ കണ്ടിരുന്നു. ഒരുപക്ഷെ എന്തുകൊണ്ടാണ് നവോത്ഥാന ചിന്തകൾ ഈ കാലഘട്ടത്തിൽ പ്രസക്തമാകുന്നത് എന്നതിന്റെ കൂടി ഉത്തരമാണ് ഇപ്പോൾ ഈ വരുന്ന വാർത്ത. നിങ്ങൾ കയ്യേറിയതാണ് ഈ ദളിതരുടെ ഭൂമി, അവരുടെ മണ്ണ്, അവരുടെ ദൈവങ്ങളെ നിങ്ങൾക്ക് വേണം. പക്ഷേ അവരെ നിങ്ങൾക്ക് വേണ്ട. ഈ അമ്പലത്തിന്റെ മുറ്റത്ത് അവരുടെ തെയ്യം കെട്ടൽ നിങ്ങൾക്ക് ആസ്വദിക്കാം. അതിനപ്പുറത്തേക്ക് അവർക്ക് കടന്നു വരാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവരെ നിങ്ങൾ അനുവദിക്കുന്നില്ല. ആ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആരാണ് ആ അവകാശം നിങ്ങൾക്ക് തന്നത് അവരെ അമ്പലത്തിനകത്തോട്ട് കയറ്റി വിടാതിരിക്കാൻ? ഏത് സവർണ മനോഭാവമാണ് അത്തരത്തിലുള്ള ചിന്താഗതികൾ നിങ്ങൾക്ക് മുന്നിലേക്ക് തരുന്നത്? ധന്യ, ഇങ്ങനെയുള്ള ഈ സംഭവങ്ങൾ വെറും ചർച്ചകൾക്കപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നയിടത്താണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രസക്തമാകുന്നത്. ഒരുപക്ഷെ അധികം സംഘടിക്കാൻ നിങ്ങളുടെ കൂടെയുള്ളവർക്ക് കഴിയുന്നില്ലായിരിക്കാം. അവർക്ക് അവരുടേതായ ആ ഒരു വലിയ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവർക്കൊരു പിന്നോക്കാവസ്ഥയുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അത് മറികടക്കേണ്ട ഒരു സാഹചര്യമാണ് ഇനിയുള്ള കാലത്ത്. നമ്മൾ ചൊവ്വയിലേക്കൊക്കെ ലക്ഷ്യം വെക്കുന്ന ഒരു കാലമാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള വിവേചനം ഇപ്പോഴും നിൽക്കുന്നത്. അത് മറികടക്കാൻ നിങ്ങൾക്ക് എന്ത് കഴിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, നിങ്ങളുടെ സമൂഹത്തെ നിങ്ങൾക്ക് എങ്ങനെ ഇതിലേക്ക് ഉണർത്താൻ കഴിയും എന്നതാണ് ചോദ്യം. അതെ, അപ്പം അവിടെയുള്ള സമൂഹം ഒട്ടാകെ ദളിതർക്ക് പിന്തുണ നൽകി ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധ നിര തീർക്കണം. ആ പ്രതിരോധ നിരയാണ് നമ്മൾ നവോത്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. ഇപ്പൊ ഞങ്ങളുടെ ആളുകൾ മാത്രം അവിടെ കൂടി നിന്നിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് പുറത്തുനിന്നുള്ള ആളുകളുടെ എല്ലാം പൊതുസമൂഹത്തിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം അനാചാരങ്ങളെ തച്ചുടയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ കാസർഗോഡ് നിലനിന്നിരുന്ന ആചാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടാൽ ഭയങ്കര ഭീകരമായിട്ട് തോന്നുമായിരുന്നു. പണ്ട് ദളിത് സ്ത്രീകളെ ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വിളിച്ചിട്ട് ഭയങ്കര സ്നേഹത്തോടെ അവർ വിളിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക്
നമുക്ക് തരുന്ന ചോറ്, ഇലയിൽ ചോറ് തരും. എന്നിട്ട് ആ ചോറിനടിയിൽ അവിടുത്തെ സവർണ്ണ സ്ത്രീകളുടെ നഖവും മുടിയും വെട്ടിവെച്ചിട്ട് ആ നഖവും മുടി ഞങ്ങളുടെ സ്ത്രീകൾ കഴിക്കണം. ഞങ്ങളുടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും കഴിക്കുമ്പോൾ ഞങ്ങളുടെ വയറ്റിനകത്തേക്ക് അത് പോകുമ്പോൾ, ആഹാരത്തിലൂടെ ഇറങ്ങി പോകുമ്പോൾ ആ സവർണ്ണ സ്ത്രീകളുടെ കണ്ണീർ മാറി കിട്ടും എന്നുള്ള ഒരു അങ്ങനെ പോലും വിചാരിച്ചിരുന്ന ഒരു ഇടമാണ് ഈ കാസർഗോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മനുഷ്യന്മാരുടെ ചിന്തകൾ എപ്പോഴും വളരെ ശുഷ്കിച്ചതാണ്. അവർക്ക് ഒരു പൊതുസമൂഹത്തിനോടൊപ്പം എത്താനായിട്ട് സാധിക്കാത്തത് ഇവിടുത്തെ സവർണ്ണ സമൂഹത്തിനാണ്, ഞങ്ങൾക്കല്ല. ഞങ്ങൾ എന്തുകൊണ്ടാണ് അവരെത്ര ആട്ടി ഓടിച്ചിട്ട് അവരവിടെ പോകുന്നത്? എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ അമ്പലം, ഞങ്ങളുടെ ദൈവം, ഞങ്ങൾ പണ്ട് ഇരുന്ന ഇടം, അവിടെ ദൈവിക സാന്നിധ്യമുള്ള ഇടം, അത് ഞങ്ങൾക്ക് പറിച്ചെറിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഇപ്പൊ ഒന്നുമില്ലാതെ ഇപ്പൊ ശബരിമലയെ കണ്ടില്ലേ, അവരെത്രയോ വർഷം കൊണ്ട് ഇതുപോലെയാണ്. ഞങ്ങൾ ക്ഷമിച്ച് തീർത്തും ഞങ്ങൾക്ക് ഇതിനെ ഭേദിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് ഞങ്ങൾക്ക് പുറത്തേക്ക് വരേണ്ടതുണ്ട്. അത് ദളിത് സമൂഹം ഒറ്റയ്ക്കല്ല, അതിന് ഈ നവോത്ഥാനം പോലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണയുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് വലിയൊരു പ്രതിരോധ നിര തീർത്തുകൊണ്ടേ ഇതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇത്തരത്തിലുള്ള വലിയ പ്രതിരോധ നിര തീർക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. പണ്ട് കാലം തൊട്ടേ നടന്നിരുന്ന സിസ്റ്റമാണ്. അവരിപ്പോഴും പേടിപ്പിക്കലാണ്. ഇവരോടൊക്കെ പറയും, നിങ്ങൾ ഈ അമ്പലത്തിന്റെ മതിലിന്റെ ഇപ്പുറത്തേക്ക് കാലെടുത്ത് വെച്ചാൽ, അതായത് ഇവരാരും കാണാത്ത സമയത്ത് ഞങ്ങൾ കയറി പോകുമെന്നുള്ള പേടിയാണല്ലോ അവർക്ക്, ഞങ്ങൾ കയറി തൊഴുവെന്നുള്ള പേടിയാണ്. അപ്പോൾ ഇവർ പറയും, നിങ്ങൾ കയറിയാൽ അവിടെ കുഷ്ഠം പിടിക്കും, മലമ്പരി പിടിക്കും. അങ്ങനെ പണ്ട് ഞങ്ങളുടെ പൂർവികരെയൊക്കെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ച് ആ ഒരു വിശ്വാസം ഇവർ ഇപ്പോഴും മറ്റു പലതും പറഞ്ഞാണ് ഇപ്പം ഞങ്ങളുടെ ആളുകളെ പേടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ആ മതിലിനകത്ത് പോകാതെ പുറത്തു നിന്ന് ദൈവത്തെ തൊഴുന്നത് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സിസ്റ്റത്തെ മാറ്റണമെങ്കിൽ ഞങ്ങൾ മാത്രം സംഘടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ തീർച്ചയായിട്ടും, ഞാൻ ഇന്നലെയും കൂടെ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും സാമൂഹ്യമായിട്ട് ഞങ്ങളുടെ സാഹചര്യം മാറാൻ കഴിയുന്നില്ല. ആ സാഹചര്യത്തെ ഞങ്ങളുടെ ആളുകൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റിയൊരു അവസരവും കൂടിയാണ്. ഇവിടുത്തെ ഒരു വിഭാഗം, സവർണ്ണ വിഭാഗം എന്ന് പറയുന്നത്, എല്ലാ സവർണ്ണ എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരും അതിൽ ഉൾപ്പെട്ടൊന്നും ഒരിക്കലും ഞാൻ അങ്ങനെ പറയുന്നില്ല. കാസർഗോഡൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. എന്റെയൊക്കെ നാട് കള്ളാറാണ്. ഏറ്റവും നല്ല ഇടമാണ് കള്ളാർ എന്നൊക്കെ പറയുന്നത്. ഒരേ ഇടത്ത് അമ്പലവും പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും മോസ്കും ഒക്കെ ഉള്ള ഇടവും, അമ്പലത്തിലെ ആളുകൾ പള്ളിയിൽ പോവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഫംഗ്ഷന് ക്ഷണിക്കുകയും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്ന മതേതരമായിട്ടുള്ള ഒരു ഇടമാണ് എന്റെ ഗ്രാമം എന്ന് പറയുന്ന കള്ളാറ്. അപ്പൊ ആ കള്ളാറ് പോലെയുള്ള ഇടങ്ങളിൽ ഒരു നിമിഷം ശ്രീ ബി എം പ്രദീപ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിലോട്ടൊന്ന് പോയിട്ട് തിരികെ വരാം. ശ്രീ ബി എം പ്രദീപ്, താങ്കൾക്ക് കൃത്യമായിട്ട് അറിയാം, കാരണം താങ്കൾ ആ പ്രദേശത്തോട് അടുത്ത് നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. ധന്യയും ആ പ്രദേശത്ത് തന്നെയുള്ളതാണെങ്കിൽ പോലും താങ്കൾ ഇപ്പോഴും അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. സത്യത്തിൽ ഈ സവർണ ബോധമാണ്, അതായത് ഒരു സംഘം ആളുകളുടെ ഉള്ളിൽ ഒരു ബോധം അടയുറച്ചു വരികയാണ്, ഈ ദളിതരെന്നാൽ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെന്നാൽ അവരെ അകറ്റി നിർത്തേണ്ടവരാണ് എന്ന്. ഇതൊക്കെ മാറ്റിയെഴുതാൻ എന്ന് കഴിയും? ഇപ്പോഴും നവോത്ഥാനം എന്ന ആശയം പ്രസക്തമാകുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ്. അവിടെ നിന്നാണ് നമ്മൾ നവോത്ഥാനം പോലുള്ള പുതിയ കാഴ്ചപ്പാടുകളിലേക്ക് ഇനി തുടക്കം കുറിക്കേണ്ടതും. ശ്രീ പ്രദീപ്, ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി നമ്മൾ എടുക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ജടാധാരി ക്ഷേത്രം, ഈ ബദിയാറു എന്ന സ്ഥലത്ത് അവിടെയുള്ള പാവപ്പെട്ട ആളുകളെ പഴയ ജാതി ജന്മി നാട് വ്യവസ്ഥയുടെ അവശേഷിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ പ്രത്യേകിച്ച് വടക്കൻ മേഖലയിൽ ഇപ്പോഴും അതിന്റെ അവശേഷങ്ങൾ ഉണ്ട് എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 മാസം മുമ്പാണ് ഇവിടെ ബെള്ളൂർ പഞ്ചായത്തിനകത്ത് ഇതേപോലെ ഒരു ജന്മി, നവീൻ കുമാർ, അദ്ദേഹം അവിടെ പസോളിക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആ റോഡിലൂടെ അതിലെ അയിത്തക്കാർ പാവപ്പെട്ട ആളുകൾ സഞ്ചരിച്ചാൽ അവരുടെ വീട്ടിലെ എല്ലാവർക്ക് വലിയ ദോഷം സംഭവിക്കും എന്ന് പ്രശ്നം ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആ റോഡ് നിഷേധിച്ചത്. അതിനെതിരായിട്ട് PKS നേതൃത്വത്തിൽ വലിയ, പ്രത്യേകിച്ച് CPM-ന്റെയും PKS-ന്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം നടത്തിയിട്ടാണ് ഏറ്റവും അവസാനം PPF-ന്റെ നേതൃത്വം തന്നെ ആ റോഡ് ഗതാഗത യോഗ്യമാക്കി തീർത്തിരിക്കുന്നത്. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഇപ്പോ ബദിയർ കേസിൽ നിന്ന് വരുന്ന വാർത്തകൾ. അപ്പൊ നിശ്ചയമായിട്ടും അവിടെ ഈ പട്ടികജാതിപ്പെട്ട ആളുകളാണ് അവിടെ ഈ തെയ്യം കെട്ടുന്നത്. പക്ഷെ അവർക്ക് അതിനകത്ത് പ്രവേശനമില്ല എന്നുള്ളത് ഈ പുതിയ കാലത്ത്, പ്രത്യേകിച്ച് നവോത്ഥാനത്തെ കുറിച്ചെല്ലാം ചിന്തിക്കുന്ന ഈ പ്രത്യേക കാലത്ത് ഏറ്റവും വലിയ വിഷയമായി PKS കാണുകയാണ്. അടിയന്തരമായിട്ടും അവിടെ പാവപ്പെട്ട ആളുകൾക്ക് പ്രവേശിപ്പിക്കും. പ്രത്യേകിച്ച് അവിടുത്തെ ഇപ്പൊ SMS DYSP ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കുറെ കൂടി ശക്തമായിട്ട് ആവശ്യമായിട്ട് പ്രക്ഷോഭം നടത്തിക്കൊണ്ട് പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് അമ്പലത്തിൽ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിന് പട്ടികജാതി സമിതി മുന്നോട്ടേക്ക് വരും എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും താങ്കൾ ഒന്ന് തുടരുക. ഇത്തരത്തിലുള്ള കാഴ്ചകൾ അല്ലെങ്കിൽ വാർത്തകൾ
അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പുരോഗമന ചിന്താഗതിയുടെ ഏറ്റവും ഉയർന്ന പദവിയിൽ നിൽക്കുന്ന മലയാളികൾക്ക് അപമാനമാകുന്ന ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഇനിയുമുണ്ട്. മറ്റൊരു കാഴ്ച കൂടി ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണ്. ധന്യയും തുടരും, ഒപ്പം തന്നെ ശ്രീ പ്രദീപും തുടരും. കാരണം നിങ്ങളിലേക്ക് എനിക്ക് വരേണ്ടതുണ്ട്. താഴ്ന്ന ജാതിക്കാർ കയറിയാൽ ക്ഷേത്രം അശുദ്ധിയാകുമെന്ന തന്ത്രഗ്രന്ഥത്തെ അബ്രാഹ്മണനായ ശാന്തിക്കാർ തള്ളിക്കളയുന്നു. കുഴിക്കാട്ട് പച്ചയെന്ന തന്ത്രഗ്രന്ഥത്തിൽ 10ാം പടലത്തിലാണ് ഈഴവനും പട്ടികജാതി പട്ടികവർഗക്കാരും ക്ഷേത്രത്തിൽ കയറിയാൽ അശുദ്ധിയാകുമെന്ന് വിധിച്ചിരിക്കുന്നത്. രാജ്കുമാർ ചേരുന്നുണ്ട് ഇതിന്റെ വിവരങ്ങൾ നൽകാനായി. അതിനു മുമ്പ് രാജ്കുമാറിലേക്ക് എത്തുന്നതിന് മുമ്പ് രാജ്കുമാർ തയ്യാറാക്കിയ ആ റിപ്പോർട്ട് ഒന്ന് നേരിട്ട് കാണാം. തങ്ങളെ നികൃഷ്ടമായി കാണുന്ന സിലബസ് പഠിച്ച് ശാന്തിക്കാരാകേണ്ടി വരുന്ന വിരോധാഭാസമായ അവസ്ഥയിൽ അബ്രാഹ്മണരായ ശാന്തിക്കാർ നിസ്സഹായരാണ്. ക്ഷേത്രാചാരങ്ങളും പൂജകളും പഠിക്കാൻ കുഴിക്കാട്ടുപച്ച എന്ന തന്ത്രഗ്രന്ഥത്തെയാണ് ബ്രാഹ്മണരും അബ്രാഹ്മണരും ആശ്രയിക്കുന്നത്. എന്നാൽ ഇതേ ഗ്രന്ഥത്തിലെ 10ാം പടലം അശുദ്ധി വരുത്തുന്നത് സംബന്ധിച്ച് പറയുന്നു. ക്ഷേത്രത്തിനുള്ളിൽ മൃഗങ്ങൾ കയറിയാലും താഴ്ന്ന ജാതിക്കാർ കയറിയാലും അശുദ്ധിയാവുമെന്ന്, അതിന് പരിഹാരക്രിയ ചെയ്യണമെന്നും നിഷ്കർഷിക്കുന്നു. മണ്ണുകൊണ്ട് കഴുകുമ്പോഴുള്ള വെള്ളം പോലും മതിലകത്തിന് വെളിയിൽ കളയണമെന്നാണ് വിധി. ഈഴവനും പട്ടികജാതി പട്ടികവർഗക്കാരായ യുവാക്കൾ പൗരോഹിത്യത്തിന് പഠിക്കേണ്ടി വരുന്നതാകട്ടെ തങ്ങളാൽ ഉണ്ടാകുന്ന അശുദ്ധിയെക്കുറിച്ച്. ഇനിയെങ്കിലും 10ാം പടലത്തിൽ മാറ്റം വരുമെന്ന പ്രതീക്ഷയിലാണ് അബ്രാഹ്മണരായ ശാന്തിക്കാർ. അത് മാറ്റണമെന്നുള്ള ഒരു ഇതുണ്ട്. പുണ്യാഹം വേണ്ടാന്നല്ല, എന്നാൽ അശുദ്ധി ബാധിച്ചാൽ നമുക്കത് ചെയ്യാതെ അകത്തേക്ക് കയറാൻ പാടില്ല എന്നുള്ളൊരു നിയമം അതിൽ പറയുന്നു. അത് ആധികാരികമായിട്ടുള്ള ഇതാണ്. നമ്മളെ തിരുത്തിപ്പെടാനോ മാറ്റപ്പെടാനോ നമ്മളാരുമല്ല. ഒരഭിപ്രായം ചെറുതായിട്ട് മാറ്റണമെന്നുള്ളൊരിതുണ്ട്. നമ്മുടെ സമുദായം എന്ന് വെച്ചാൽ ഏറ്റവും താഴത്തേക്ക് അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന ഒരു സമുദായം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അതിൽ നിന്നെല്ലാം വ്യത്യാസമായ ശ്രീനാരായണ ഗുരുദേവന്റെ ആ ഒരു പാത പിന്തുടർന്നുകൊണ്ട് എല്ലാ ജാതിക്കാർക്കും ക്ഷേത്രപ്രവേശനവും പൂജ ചെയ്യാനുള്ള അവകാശവും അധികാരവും അദ്ദേഹത്തിന്റെ ആ ഒരു ഇതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. പൗരോഹിത്യത്തിന്റെ കുത്തക കൈയാളുന്ന സവർണ മേധാവിത്വം പക്ഷേ കുഴിക്കാട്ടുപച്ചയിലെ 10ാം പടലത്തിലെ ഉച്ചനിചിതത്തെ തള്ളിപ്പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കുഴിക്കാട്ടുപച്ച എന്ന തന്ത്രഗ്രന്ഥത്തിൽ 10ാം പടലത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ശൂദ്രരായിട്ടുള്ളവരും താഴ്ന്ന ജാതിക്കാരും തീണ്ടൽ ഉള്ളവര് എന്നാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ആ അശുദ്ധിക്കെതിരെയാണ് ഇനി ഇവരുടെയും പോരാട്ടം. ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. തീർച്ചയായും ഞങ്ങളുടെ അതിഥികളും ഒപ്പം തന്നെ രാജ്കുമാറും തുടരുക. ഇപ്പോൾ മുഖ്യമന്ത്രി ദില്ലിയിൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഹർത്താലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചു. ആ പ്രതികരണത്തിന് ശേഷം തിരികെ ഈ വാർത്തയിലേക്ക് തന്നെ വരാം. BJP സ്വയം അപഹാസ്യമാകുന്ന നിലപാടാണ് കേരളത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഹർത്താൽ. ഒരു ന്യായീകരണവുമില്ലാത്ത ഒരു ഹർത്താൽ ആഹ്വാനമാണ്. ഒരു മനുഷ്യൻ ജീവൻ വെടിഞ്ഞു എന്നുള്ളത് നിർഭാഗ്യകരമായ വസ്തുത തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഹർത്താൽ ആചരിക്കുക, അത് അത്യന്തം പ്രതിഷേധാർഹമായ കാര്യമാണ്. ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യവുമാണ്. കാണേണ്ടത് ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ 2 ഹർത്താൽ എന്ന നിലയിലേക്കാണ് പോകുന്നത്. ഈ ഒരു വിഷയത്തിൽ എന്തിന് ഹർത്താൽ ആചരിക്കുന്നു എന്നത് BJP തന്നെ വ്യക്തമാക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അദ്ദേഹം മരണപ്പെട്ടത് നിർഭാഗ്യകരമായ കാര്യമാണ്. പക്ഷേ അദ്ദേഹം തന്നെ നൽകിയ മൊഴി മജിസ്ട്രേറ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഡോക്ടറും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നിലും BJP പറയുന്ന തരത്തിലുള്ള ഒരു പ്രശ്നവും ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് BJPയുടെ കേന്ദ്ര നേതൃത്വം അവർക്ക് വല്ല ധാരണയും നാടിൻ്റെ പുരോഗതിയുടെ കാര്യത്തിലുണ്ടെങ്കിൽ, ഒരു കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണല്ലോ, അതുകൊണ്ട് പറയാണ് അവരും ഗൗരവമായി ആലോചിക്കേണ്ട കാര്യമാണ്. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഏതായാലും ഹർത്താലിനെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് അതിലേക്ക് എത്താം. അതിനു മുമ്പ് തന്നെ
ഇത്രയും നേരം ചർച്ച ചെയ്തു പോകുന്ന ആ വിഷയത്തിലേക്ക് തിരികെ പോവുകയാണ്. ദളിതർക്ക് അയിത്തം ഇപ്പോഴും കൽപ്പിക്കപ്പെടുന്ന ഒരു കാലത്തിലൂടെ തന്നെ കടന്നുപോകുന്ന വാർത്തകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. രാജ്കുമാർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. രാജ്കുമാർ, ഒരുപക്ഷെ ഈ കുഴിക്കാട്ട് പച്ച എന്ന തന്ത്രഗ്രന്ഥം, എനിക്കതിനെക്കുറിച്ച് വിശദമായി അറിയില്ല അതെന്താണെന്ന്. ഈ അമ്പലങ്ങളിലെ പൂജയൊക്കെ ഒരുപക്ഷെ അതിനനുസരിച്ചായിരിക്കാം നടത്തുന്നത്. എന്താണ് അതിൽ പറയുന്നത്? താഴ്ന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ദളിതരെന്ന് കരുതപ്പെടുന്ന ആളുകൾ ക്ഷേത്രങ്ങളിൽ ഇവരുടെ പുണ്യസ്ഥലങ്ങളിൽ കയറിയാൽ അത് അശുദ്ധമായി പോകുമെന്നാണോ ഈ ഗ്രന്ഥം എഴുതി വച്ചിരിക്കുന്നത്? നിലവിൽ കേരളത്തിലെ ക്ഷേത്രാചാരം അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നത്, ക്ഷേത്രങ്ങളിലെ ബിംബപ്രതിഷ്ഠ, അവിടുത്തെ ആചാരം, അനുഷ്ഠാനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഈ പറയുന്ന കുഴിക്കാട്ട് പച്ച എന്ന തന്ത്രഗ്രന്ഥത്തിൽ പറയുന്നതിന് അനുസൃതമായിട്ടാണ്. ഒരുപക്ഷെ ഇതിന്റെയൊക്കെ തിയറിയാണ് ഇതെന്ന് നമുക്ക് പറയാം. ഇതാണ് നിലവിൽ തന്ത്രിമാരായാലും ശരി തന്നെ മറ്റ് ഈ പൂജാരിമാർ എല്ലാം തന്നെ ഇതിനെയാണ് പിന്തുടരുന്നത്. മറ്റൊരു ഗ്രന്ഥം നിരവധി ഉണ്ടെങ്കിലും കുഴിക്കാട്ട് പച്ചയാണ് ഏറ്റവും ഒടുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്തിന്? ഈ അതായത് ശാന്തിക്കാരാകാൻ, പൂജാരിമാരാകാൻ പഠിക്കുന്നത്, ആധികാരികമായി പഠിക്കുന്നത് ഈ ഗ്രന്ഥത്തെയാണ്. ഈ ദേവസ്വം ബോർഡായാലും കൊച്ചി ദേവസ്വം ബോർഡായാലും മലബാർ ദേവസ്വം ബോർഡാണെങ്കിലും അവിടെ നിയമനം നൽകുന്നത് ബ്രാഹ്മണർക്കും ഒക്കെ ഈ ശാന്തിക്കാരായി നിയമനം നൽകുന്നതിന് ഇടുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ പോലും ഈ പുസ്തകത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, അതിൽ നിന്നാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആധികാരികമായ ഗ്രന്ഥമാണ് കുഴിക്കാട്ട് പച്ച എന്നത്. ആ കുഴിക്കാട്ട് പച്ചയിലെ 10ാം പഠനത്തിലാണ് അശുദ്ധി വരുത്തുന്നത് എന്നുള്ള അധ്യായത്തിൽ വളരെ, അതായത് ഉച്ചനിജത്വം എത്രമാത്രം ശക്തമായിരുന്നു അക്കാലത്ത്, ഈ പുസ്തകം രചിക്കപ്പെട്ട നാളുകളിൽ എത്രമാത്രം ശക്തമായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അതിൽ ഇപ്പോഴും അച്ചടിച്ചു വെച്ചിരിക്കുന്നത്. ശൂദ്രരായിട്ടുള്ളവർ, പട്ടികജാതി പട്ടികവർഗക്കാരായിട്ടുള്ളവർ ക്ഷേത്രത്തിൽ കയറിയാൽ അശുദ്ധിയാകും, അവിടെ പുണ്യാഹം തെളിക്കണം, അതിനെന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഈ 10ാം പഠനത്തിൽ തന്ത്രഗ്രന്ഥം പറയുന്നത്. ഇത് അനുസൃതമായിട്ടാണ് നിലവിൽ ക്ഷേത്രങ്ങളിലെല്ലാം അശുദ്ധി മാറ്റുന്നതിനുള്ള പരിഹാരക്രിയകൾ ചെയ്തു വരുന്നത്. ഇപ്പോൾ ശബരിമല ആയാലും ശരി, ഏത് ക്ഷേത്രങ്ങളായാലും ഗുരുവായൂരായാലും ശരി, ഈ തന്ത്രഗ്രന്ഥത്തെയാണ് ആധികാരികമായി തന്ത്രിമാർ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ ബ്രാഹ്മണരായിട്ടുള്ള തന്ത്രിമാരുമുണ്ട്, അബ്രാഹ്മണരായിട്ടുള്ള തന്ത്രിമാരുണ്ട്. ഇവരെല്ലാം പഠിക്കുന്നതും അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന വിദ്യാർത്ഥികളായി ഈ പുസ്തകത്തെയാണ് അവരുടെ ആധികാരിക ഗ്രന്ഥമായി തെരഞ്ഞെടുക്കുന്നത്. അപ്പോ ഈ പുസ്തകത്തിൽ തന്നെ ഇങ്ങനെ ഒരു വിധി, ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ അത് പഠിക്കേണ്ടി വരുന്ന അബ്രാഹ്മണരായിട്ടുള്ള ശാന്തിക്കാരുടെ ഗതികേടാണ് നമ്മളിപ്പോൾ സമൂഹത്തിന് മുന്നിൽ വെക്കുന്നത്. അവർ തന്നെ അബ്രാഹ്മണരായിട്ടുള്ള ശാന്തിക്കാർ പഠിക്കുമ്പോൾ അവിടെ ഈഴവരായാലും പട്ടികവർഗത്തിൽപ്പെട്ടവരായാലും പട്ടികജാതിയിൽപ്പെട്ടവരാണെങ്കിലും ഈ ഗ്രന്ഥം അവർക്കെതിരായിട്ടുള്ള ഈ വരികൾ തന്നെ പഠിച്ച് അവർക്ക് മുന്നോട്ട് പോകേണ്ടുന്നതിന്റെ ഒരു ഗതികേട്. ഒരുപക്ഷെ സിലബസ് തന്നെ ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ഉണ്ടാക്കണം. ആ സിലബസിൽ ഇതുപോലുള്ള ഉച്ചനീചത്വങ്ങളും വർണ്ണവിവേചനവും മാറ്റിയെടുക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ ഇതിലൂടെ നൽകാൻ ശ്രമിച്ചത്. തീർച്ചയായും ഞാൻ രാജ്കുമാറിലേക്ക് എത്താം. ധന്യ, ആ പുസ്തകത്തിലെ ഒരു വരി ധന്യ ശ്രദ്ധിച്ചോ? അതായത് മൃഗങ്ങളും താഴ്ന്ന ജാതിക്കാരും ക്ഷേത്രത്തിൽ കയറിയാൽ അവിടെ അതിന്റെ മറ്റ് ക്രിയകൾ നടത്തണം, അല്ലെങ്കിൽ പരിഹാര ക്രിയകൾ നടത്തണമെന്നാണ് പറയുന്നത്. അതായത് ഇവർ ഈ താഴ്ന്ന ജാതിക്കാരെന്ന് ഇവർ കരുതുന്ന ഒരു കൂട്ടം മനുഷ്യരെ മൃഗങ്ങളെക്കാൾ നികൃഷ്ടരായിട്ടാണ് ഇവർ കാണുന്നത്. ഇത് പഠിക്കുന്ന ഒരു സമൂഹമാണ് ഈ നിങ്ങളെയൊക്കെ ഒഴിവാക്കി നിർത്തുന്ന ഈ ആളുകൾ. എങ്ങനെ ശരിയാകും പിന്നെ ഇത്? അതാണ് ഇവിടുത്തെ സവർണ വിഭാഗത്തിന്റെ യഥാർത്ഥ മനസ്സാണ് ആ പുസ്തകത്തിൽ അവർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ആ കുഴിക്കാട്ട് പച്ച എന്നുള്ള പേര് മാറ്റി രാജ്കുമാർ അതൊന്ന് കുഴിക്കാട്ട് കാവ്യം എന്നാക്കാൻ പറയണേ. പച്ച എന്നൊന്നും ഇട്ടേക്കരുത് ആ പുസ്തകത്തിന്. പച്ച എന്ന് പറയുന്നത് എന്താണ്, നല്ല നിറമാണ്. കുഴിക്കാട്ട് കാവ്യം എന്നാക്കാൻ പറയണം ആദ്യം. എന്താ വെച്ചാൽ ഇത്തരം പുസ്തകങ്ങളിൽ തന്നെ അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അമ്പലം എന്ന് പറയുന്നത്, ആചാരം എന്ന് പറയുന്നത്, ഇതെല്ലാം തന്നെ ഞങ്ങളുടെ ഭൂമി കയ്യേറി അവിടെ സ്ഥാപിച്ച അമ്പലങ്ങളാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ആളുകൾ അവിടെ വിട്ടു പോകാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അംബേദ്കർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസത്തിനാണ് കൂടുതൽ നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടത്, ഒരിക്കലും പിന്നെ ഈ വിശ്വാസത്തിനോ ക്ഷേത്രങ്ങളിലേക്കോ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അയ്യങ്കാളിയും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിലേക്ക് പോകണമെന്നുള്ളതാണ്. ഒരുപക്ഷെ അവരന്ന് അത് പറയുമ്പോൾ കരുതി കാണണം, ഒരുപക്ഷെ സവർണ വിഭാഗം വളരെ പെട്ടെന്ന് തന്നെ മാറും എന്ന് കരുതിയിട്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിലും വളരെ പരസ്യമായിട്ട് നമ്മളുടെ സാമൂഹ്യ പദവിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം അനാചാരങ്ങളെ പൊളിച്ചെഴുതേണ്ടതുണ്ട്. അതിന്
സർക്കാർ തന്നെ വിചാരിക്കണം. സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് മാത്രമേ ഇത്തരം അനാചാരങ്ങളെ നിർത്തലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നിർത്തലാക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സിലബസുകളാണ് ആദ്യം പുസ്തകത്തിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടത്. അതായത് മൃഗങ്ങളോടൊപ്പം ദളിതരെയും ആദിവാസികളെയും കമ്പയർ ചെയ്തുകൊണ്ട് ഞങ്ങൾ ആരെങ്കിലും അമ്പലത്തിൽ കയറിയാൽ അമ്പലം അശുദ്ധിയാകും എന്നുള്ള ഇതിനെയാണ് ഞങ്ങൾ സവർണ പൊതുബോധം എന്ന് പറയുന്നത്. അവരുടെ ബോധം അങ്ങനെയാണ്. അവർ പഠിക്കുന്നത് ഇനി അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നത് ഇതേ ബോധം തന്നെയാണ്. അവിടെ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം സിലബസുകൾ പൊളിച്ചെഴുതേണ്ടതുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ആളുകൾ ഇപ്പം കാസർഗോഡ് ജില്ലയിൽ അവർ തുളു ഭാഷയാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഇവരുടെ ഒരു താന്ത്രിക പുസ്തകമൊക്കെ ഇപ്പൊ കാണിച്ചല്ലോ, ഇപ്പൊ അവർ അത് പഠിച്ചിട്ടാണല്ലോ എഴുതാനായിട്ട്. അപ്പൊ ഞങ്ങൾ തിരിച്ചു അവരോട് പറയും, ഞങ്ങളുടെ അതായിട്ടുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ ഒരു തോറ്റം, തെയ്യം ഉറഞ്ഞാടുമ്പം തുടക്കം തൊട്ട് അവസാനം വരെ തോറ്റമാണ്, തുളുവിൽ തോറ്റമാണ് പിന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് അത് പഠിച്ച് അതിലൊരു വരി പഠിച്ചെഴുതാനായിട്ട് ഇവിടുത്തെ ഏതെങ്കിലും സവർണ്ണ വിഭാഗത്തിന് കഴിയുമോ? ഞങ്ങൾ തിരിച്ചു അവരെ വെല്ലുവിളിക്കുകയാണ്. അവര് ഞങ്ങളെ മേലെ ആജ്ഞാപിക്കുകയാണ്, നിങ്ങൾ ഈ പുസ്തകം പഠിച്ചിട്ടേ വരാവുള്ളൂ എന്ന്. ഞങ്ങളുടെ തെയ്യം തോറ്റം ചൊല്ലുന്നത് ഒരു വരിയെങ്കിൽ അവർക്ക് അതുപോലെ തുളുഭാഷയിൽ അതുപോലെ ഇതേ ഭക്തിയോടുകൂടി ഇവിടുത്തെ സവർണ്ണ വിഭാഗത്തിന് ചൊല്ലാൻ പറ്റും. അവർക്കത് കഴിവില്ലാത്തത് കൊണ്ട്, അതിന് സാധിക്കാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ ദൈവങ്ങൾ അവരുടെ അടുത്ത് കെട്ടിയാടണം. ഞങ്ങളുടെ ദൈവത്തിന്റെ അനുഗ്രഹം അവർക്ക് വേണം, പക്ഷെ ഞങ്ങൾ അങ്ങോട്ടേക്ക് അടുക്കാൻ പാടില്ല, ഞങ്ങൾ അങ്ങോട്ട് കയറാൻ പാടില്ല. ഇപ്പം മറ്റൊരു ക്ഷേത്രത്തിന്റെ കാര്യം പറയും. മുമ്പ് ഒരു കല്യോട്ട് എന്ന് പറഞ്ഞൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ഒരു 8 വർഷം മുന്നേ വരെ ഈ കാസർഗോഡ് ജില്ലയിലെ കല്യോട്ട് ക്ഷേത്രത്തിൽ ദളിതരെ ആദിവാസികളെയും കയറ്റില്ലായിരുന്നു. അന്ന് 8 വർഷത്തിന് മുമ്പേ എന്റെ അച്ഛനും PK രാമനും കുറച്ച് ദളിത് ആദിവാസി വിഭാഗത്തിലുള്ള ആളുകളും പോയി അമ്പലത്തിൽ കയറി. പിന്നെ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ അവിടെ ആ ഒരു അനാചാരം അവരെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അവർക്ക് ചോദ്യം ചെയ്യപ്പെടുന്നുള്ളൊരു ധാരണ. അപ്പൊ നമുക്ക് പൊതുസമൂഹത്തിന്റെ പിന്തുണ കിട്ടുമോ എന്നൊക്കെ പേടിച്ചിട്ട് അവരപ്പുറം ഇവിടെ ഒരു കുഴപ്പമില്ല, ഇവിടെ ഒരു കുഴപ്പം. ആള് കാണുമ്പോഴും പോലീസിനോടും അല്ലെങ്കിൽ SC/ST കമ്മീഷൻ പോയി കഴിഞ്ഞാൽ ഇവർ ഇതേ ഒരു നല്ലതായിട്ട് നമ്മളെടുത്ത് നിൽക്കും. ഇവരുടെ മനസ്സ് വളരെ ചീഞ്ഞ മനസ്സാണ്. ഇത്രയും ചീഞ്ഞ മനസ്സുള്ള മനുഷ്യന്മാർ ഈ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്നതാണ് കേരളത്തിന്റെ ശാപം എന്ന് പറയുന്നത്. ഒന്നുകിൽ അവരവരുടെ മനസ്സ് മാറ്റി അവർ അടുത്ത തലമുറയ്ക്ക് വളരെ നല്ല കാര്യങ്ങൾ അവർ പകർന്നു കൊടുക്കുക, അല്ലെങ്കിൽ മനുഷ്യനോട് തുല്യത, അല്ലെങ്കിൽ അവരോടൊക്കെ അംബേദ്കറിസം പഠിക്കണം. അവരൊക്കെ അംബേദ്കറെ വായിച്ചാൽ അവർക്ക് കുറച്ചെങ്കിലും മാറാൻ പറ്റും. അതിന് അവരുടെ ഈ അക്ഷരങ്ങളിലേക്ക് ഒരിക്കലും അവർ പോകില്ല. കാരണം അക്ഷരങ്ങളിലേക്ക് പോയാൽ തിരിച്ചറിവുണ്ടാകും. അത് ഭയമാണ്, അവർക്ക് ഭയമാണ്. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് വരാം. പ്രദീപിലേക്ക് ഒരിക്കൽ കൂടി. പ്രദീപ്, ഇതൊരു കാസർഗോഡിന്റെയോ പെർളയുടെയോ മാത്രം കഥയല്ല. ഇതാ ഇപ്പോൾ കുഴിക്കാട്ട് പച്ച നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലൊക്കെ അവരുടെ അടിസ്ഥാന ഗ്രന്ഥമായി ഈ ആളുകൾ ഉപയോഗിക്കുന്ന പുസ്തകമാണ്. അതിൽ എഴുതിയിരിക്കുന്നതാണ് നമ്മൾ ഈ കണ്ടത്. മൃഗത്തോട് തുല്യമായിട്ടാണ് ഈ ദളിതരായ അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ അവർ അതിൽ ഉപമിച്ചിരിക്കുന്നത്. ഈ മൃഗങ്ങളും ദളിതരും അമ്പലത്തിൽ കയറിയാൽ, ആദിവാസികളും അമ്പലത്തിൽ കയറിയാൽ അവിടെ പരിഹാരക്രിയകൾ നടത്തണം, ശുദ്ധിക്രിയകൾ നടത്തണമെന്നാണ് പറയുന്നത്. ഒരു കാസർഗോഡിനപ്പുറത്തേക്ക് ഒരു സംസ്ഥാനം മുഴുവനായും നിങ്ങൾ ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ പ്രക്ഷോഭത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. ഏറ്റവും പുരോഗമനപരമായ ഒരു സമൂഹത്തിൽ ഇപ്പോഴും അയിത്തവും ഇത്തരത്തിലുള്ള പല അനാചാരങ്ങളും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് സംസ്ഥാനം മൊത്തത്തിൽ കഴിയും എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ഈ കുഴിക്കാട്ട് പട്ടയും മനുസ്മൃതിയും എല്ലാം തന്നെ ചാമ്പലാക്കളുടെ കാലഘട്ടമാണ്. കാരണം നേരത്തെ യാഥാസ്ഥിക മേധാവിത്വത്തിനെതിരായിട്ട് ഊണുകൾ പൊട്ടിച്ച് ചാമ്പലാക്കി വൈദ്യർക്ക് അയച്ചു കൊടുത്ത ചരിത്രമാണ് നമ്മുടെ നവോത്ഥാന പാരമ്പര്യത്തിന്റെ ചരിത്രം. എന്നാൽ നവോത്ഥാന മുന്നേറ്റം ശക്തമായി മുന്നോട്ട് വരികയും പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനം തന്നെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് സവർണ ജാതി മേധാവികൾ അവരുടെ യഥാർത്ഥ അജണ്ട പുറത്തിറക്കാൻ മടിക്കുന്നത്. എന്നാൽ ഇപ്പോ പുതുതായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് അബ്രാഹ്മണരായിട്ടുള്ള ആളുകളെ പോലും ശാന്തിയായി ദേവസ്വം ബോർഡിന്റെ നിയമനം നടത്തിയതിന്റെ ഭാഗമായിട്ട് വല്ലാത്ത നിലയിൽ എരിവരി കൊള്ളുന്ന ഈ സവർണ ജാതി മേൽക്കോയ്മകൾ എന്ത് വില കൊടുത്തും അവരുടെ വർണ്ണാശ്രമ ധർമ്മം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ ഒത്താശയും അവർക്കുണ്ട്. അതാണ് ശബരിമല വിഷയത്തിലും അതുപോലെ മറ്റെല്ലാ വിഷയത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിശ്ചയമായിട്ടും ഇപ്പോൾ പല ഭാഗത്തുനിന്നും തലപൊക്കിക്കൊണ്ടിരിക്കുന്ന ഇത്തരം അനാചാരങ്ങളും അതുപോലെ തന്നെ ഈ തന്ത്രഗ്രന്ഥം പോലുള്ള സംഗതികളെ മറപിടിച്ചുകൊണ്ട് ഈ പുതിയ കാലത്ത്, അതായത് ക്ഷേത്രപ്രവേശന വിളംബരത്തിനെല്ലാം തന്നെ ഒരു ആഘോഷം നടക്കുന്ന ഈ പ്രത്യേക കാലഘട്ടത്തിൽ എങ്ങനെ ഈ പഴയ അനാചാരങ്ങൾ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് ഈ പാവപ്പെട്ട ആളുകളെ അടിമകളാക്കി മാറ്റി നിർത്താം എന്നാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഞാൻ നേരത്തെ ചോദിച്ച വഴി നടക്കാൻ പറ്റുന്നില്ല, നമ്മൾ അതൊക്കെ പ്രസംഗിച്ച് ശീലമുള്ള വാക്കുകളാണത്. ഇത് വഴി നടക്കാൻ പറ്റുന്നില്ല, മുസ്ലിം താഴെ മുണ്ടെടുക്കാൻ പറ്റുന്നില്ല, കല്ലുമാല കഴിച്ചോളണം,
ഇങ്ങനെയൊക്കെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യവും എല്ലാ നീതി നിഷേധവും നമ്മൾ പ്രസംഗത്തിൽ മാത്രമാണ് നമ്മൾ നേരത്തെ പരിചയിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ നേരിട്ട് നമ്മുടെ കൺമുന്നിൽ വരികയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പണ്ടത്തെ നവോത്ഥാന പാരമ്പര്യം അങ്ങനെ ആ പോരാട്ടത്തിന്റെ എല്ലാം തന്നെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പുതിയ കാലത്ത് ഇത്തരത്തിൽ അവരുടെ എല്ലാ വ്യവസ്ഥകളും പുറത്തെടുക്കുന്ന ഈ ഒരു പുതിയ കാലത്ത് അതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടം സംസ്ഥാന അടിസ്ഥാനത്തിൽ നിശ്ചയമായിട്ടും പട്ടികജാതി ക്ഷേമ സമിതിയുടെ സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടെ ഈ വിഷയം ഉന്നയിക്കുകയും സംസ്ഥാന ഭാഗമായി തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു തീരുമാനം എടുപ്പിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും നടത്തേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മുടെ കാലഘട്ടം ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെയധികം നന്ദി ശ്രീ ബി എം പ്രദീപ്. ധന്യ, ഒരു ചോദ്യങ്ങളെ കുറിച്ച് ചോദിച്ച് നമുക്ക് അവസാനിക്കാം. ഒരു പക്ഷേ നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ നവോത്ഥാന കാലത്തിനെ കുറിച്ച് തന്നെയാണ്. കാരണം നമ്മളൊരു രണ്ടാം നവോത്ഥാന കാലഘട്ടത്തിന്റെ സാഹചര്യത്തിൽ എത്തി നിൽക്കുന്ന ഒരവസ്ഥ. ഇന്നലെ നിയമസഭയിൽ ഈ വനിതാ മതിലിനെ കുറിച്ചൊക്കെയുള്ള സംസാരം വന്നപ്പോൾ മുസ്ലിം ലീഗിന്റെ ഡോക്ടർ MK മുനീർ പറഞ്ഞത് അതൊരു വർഗീയ മതിലെന്നാണ്. ഈ വനിതാ മതിലിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടിയായി പറഞ്ഞത്. നമ്മളിപ്പോഴും കാണുകയല്ലേ, നമ്മൾ ഈ നവോത്ഥാനത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടും ഇപ്പോഴും വെളിച്ചം വരാത്ത ഒരു കൂട്ടം ആളുകൾ ഇവിടെയുണ്ട്. അവർക്കൊക്കെ ഒരു പരിധി വരെ ബലമാവുകയാണ് ഈ മുനീറിനെ പോലെയുള്ളവരുടെയും അല്ലെങ്കിൽ ചെന്നിത്തലയെ പോലുള്ളവരുടെയും ഒക്കെ വാക്കുകൾ. നിങ്ങളൊക്കെ മറുപടി പറയേണ്ടത് അവരോടുകൂടിയാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, ഈ സവർണ മുതലാളിമാരോട് മാത്രമല്ല. അതാണ് ഈ മുനീറിന്റെയും ചെന്നിത്തലയുടെയും ഉള്ളിൽ ഉള്ള ആ വർഗീയതയാണ് അവരുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. അപ്പോൾ മുനീറിനോടും ചെന്നിത്തലയോടും നമ്മളും തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങളും ഇതുപോലെ ഒരു നവോത്ഥാന മതിലോ അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ഈ നിങ്ങൾ കണ്ടതാണല്ലോ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. നോർത്ത് ഇന്ത്യയിലെ പോലുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഇവിടുത്തെ RSSും BJPക്കാർക്കും അത് ഉണ്ടായി വരികയാണ്. അതേ ബോഡി ലാംഗ്വേജോട് കൂടി തന്നെയാണ് അവർ ഇവിടുത്തെ മനുഷ്യന്മാരോടും പെരുമാറുന്നത്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരം ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസും ലീഗും ഒക്കെ ഇറങ്ങി ഇതുപോലെ ഒരു ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് അവർ പേടിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് അവരൊരു നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു പ്രതിരോധം അവരും സൃഷ്ടിക്കാത്ത എന്തെന്നാണ് ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ വർഗീയവാദി നിങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ആ വലിയൊരു പ്രതിരോധ നിര ഞങ്ങളെപ്പോലെയുള്ളവർ ഇവിടുത്തെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീകൾ ഈ മതിലിന് ചേരാതിരിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ നവോത്ഥാനം എന്ന് പറയുന്നത് നമ്മൾ വളരെ പാലക്കാട് കൽപ്പകശ്ശേരി ഇല്ലത്തെ ഒരു ബ്രാഹ്മണ പെൺകുട്ടിയുടെ താത്രിക്കുട്ടിയുടെ ഒരു 8 വയസ്സ് മുതൽ 13 വയസ്സ് വരെ 63 പേരോട് ഒരു വീട്ടിലെ അംഗങ്ങൾ അടക്കം 63 പേരോടൊപ്പം അവരുടെ ശരീരം പങ്കിടേണ്ടി വരുന്ന ഒരു അവസ്ഥയെന്നാണ് കേരളം ഇത്രയും മുൻപോട്ടേക്ക് എത്തിയതെന്ന് ഓർക്കണം. അപ്പൊ എല്ലാ വിഭാഗത്തിലെ സ്ത്രീകൾക്കും എല്ലാ മതങ്ങളിലെ സ്ത്രീകൾക്കും പെണ്ണെന്ന് പറഞ്ഞ് ഈ ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള രാജ്യത്തിലുള്ള എല്ലാവർക്കും തന്നെ ഇത്തരം നവോത്ഥാനം നമ്മുടെ രാജ്യത്തുള്ള എല്ലാവർക്കും ഈ നവോത്ഥാനം ബാധകമാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകൾ ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഇതിനെ ശക്തമായിട്ടുള്ള പ്രതിരോധ നിര തീർക്കണം. ഇതിലൂടെ മാത്രമേ നമുക്കിനി മുൻപോട്ടേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത യാതൊന്നിനും ഇതിനെ തകർക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതിന് ഉത്തരം തന്നെയാണ് ഈ 2018 നമ്മൾ ഇങ്ങനെ ഒരു പ്രതിരോധ മതിലുമായിട്ട് നമ്മൾ മുൻപോട്ടേക്ക് വരേണ്ടി വരുന്നത്. അപ്പൊ ഇത്തരം പ്രതിരോധ മതങ്ങൾ ജാതിക്കും മതത്തിനും ലൈംഗികതയ്ക്കും ആർത്തവത്തിനും ഒക്കെ കൽപ്പിച്ചിരിക്കുന്ന ആ ഒരു വലിയ കെട്ടുപാടുകളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോകാനുള്ളത് തന്നെ ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ പോലുള്ള ആളുകൾ പറയുന്നത്, ആവശ്യപ്പെടുന്നത്. എല്ലാ സ്ത്രീകളും തന്നെ ഈ നവോത്ഥാനം അതിൽ പങ്കെടുക്കണമെന്നും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ ഭാര്യനെയും MK മുനീറിന്റെ ഭാര്യയൊക്കെ അവരും കൂടി വരാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും. ഒരുപക്ഷെ നിങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഭയന്നിട്ടായിരിക്കാം വരാതിരിക്കുന്നത്. അപ്പൊ അവരെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് ഞാൻ നിങ്ങളോടും കൂടി ആവശ്യപ്പെടുകയാണ്. തീർച്ചയായും ധന്യവാദം. വളരെയധികം നന്ദി ഈ അവസരത്തിൽ സംസാരിച്ചതിന്. ഒരുപക്ഷെ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ചിന്തകളിലേക്ക് എത്താൻ ഇതുവരെയും വെളിച്ചം വീശാത്ത ഒരു സമൂഹത്തിൽ നിന്നാണ് ഈ വാർത്തകൾ ഞങ്ങൾ കണ്ടെടുത്തത്. അയിത്തവും തൊട്ടുകൂടായ്മയും ഒക്കെ ഈ സമൂഹത്തിൽ നിന്ന് എന്നേ മാറ്റിയെന്ന് നമ്മൾ അഭിമാനം കൊള്ളുമ്പോഴും ഇപ്പോഴും അത് ഇങ്ങനെയൊക്കെ ഇവിടെ തുടരുന്നുണ്ട് എന്നുള്ളത് മലയാളികൾക്ക് മുമ്പിൽ നാണക്കേടിന്റെ ചിഹ്നമായി തന്നെ നിൽക്കണം.